നമസ്കാരം. ദൈവം ലോകത്ത് സൃഷ്ടിച്ച ഏദൻ തോട്ടം എവിടെയാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു തർക്ക വിഷയം തന്നെയാണ്. എത്രയോ രാജ്യങ്ങളിലുള്ളവർ അവിടെയായിരുന്നു ഏദൻ തോട്ടം എന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പൊതുവെ എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ് എന്നാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ ഇറാഖിലാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച ബൈബിളിലെ പല പരാമർശങ്ങൾ ഈ നദികളെക്കുറിച്ചും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ് എന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയൊരു വാദവുമായി ഒരു ശാസ്ത്രജ്ഞൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഏദൻ തോട്ടം ഉണ്ടായിരുന്നത് ഇറാഖിലല്ല, ഈജിപ്തിലാണ് എന്നാണ്. ഈജിപ്തിലെ പ്രസിദ്ധമായ ഗിസ പിരമിഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഏദൻ തോട്ടം ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് ജീവിത വൃക്ഷം, അതായത് അതിൻ്റെ ഫലങ്ങൾ നമ്മൾ കഴിച്ചാൽ നമുക്ക് ഒരിക്കലും മരണം ഉണ്ടാകില്ല എന്ന് ആദവും ഹവ്വയും കരുതിയിരുന്ന ആ ജീവിതവൃക്ഷം സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥലത്താണ് ഇപ്പോൾ ഗിസ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത് എന്നുമാണ് ഈ ഗവേഷകൻ പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ഗിഫോൺ, യൂഫ്രട്ടീസ് ടൈഗ്രീസ്, പിഷോൺ എന്നീ 4 നദികൾ ശാഖകളെ ഒഴുകുന്ന നദി ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായ ഡോക്ടർ കോൺസ്റ്റാൻറ്റിൻ ബോറിസോവ് വാദിക്കുന്നത് ഈ നദികൾ നൈൽ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, സിന്ധു എന്നിവയാണ് എന്നാണ്. മധ്യകാല യൂറോപ്പിലെ പല മാപ്പുകളും പരിശോധിച്ചതിന് ശേഷവും ഇത് സംബന്ധിച്ച വിശദമായ ഗവേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷവുമാണ് അദ്ദേഹം ഈ ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആർക്കിയോളജിക്കൽ ഡിസ്കവറിയിൽ അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിച്ചിരുന്നു. ഇതനുസരിച്ച് ഓഷ്യാനസ് എന്ന നദി, ഈ നദിയാൽ ചുറ്റപ്പെട്ട മേഖലയിലാണ് ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു മാപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഏദൻ എന്നുള്ള ആ ഒരു സ്ഥലനാമം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈജിപ്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇറാൻ, ഇറാഖ്, അതുപോലെ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വരെ ഏദൻ തോട്ടം നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന പല സ്ഥലങ്ങളും ഇപ്പോഴുമുണ്ട്. എന്നാൽ അവയെല്ലാം കടത്തിവെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ വളരെ ശാസ്ത്രീയമായ ഈ ഒരു ഗവേഷണ ഫലവുമായി ഡോക്ടർ ബോറിസോവ് രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ കൂടുതൽ പേരും വിശ്വസിച്ചിരുന്നത് മെസപ്പട്ടോമിയ എന്ന സ്ഥലത്താണ് ഏദൻ തോട്ടം സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോൾ അത് ഈജിപ്തിലാണ് എന്ന ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മയും ഇപ്പോൾ ഡോക്ടർ ബോറിസോവ് നയിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ആധികാരികമായ പഠനം ഇനിയും നടത്തേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളിലും നമ്മുടെ വിശ്വാസങ്ങളിലുമൊക്കെ അധിഷ്ഠിതമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പല ആളുകളും അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഓരോ ആത്മീയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പരാമർശം വരുമ്പോഴൊക്കെ തന്നെ ഇത് തങ്ങളുടെ നാട്ടിലാണ് എന്ന് അവകാശപ്പെടുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഏതായാലും ബോറിസോവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വർഷങ്ങളായി ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ആളാണ്. അദ്ദേഹം ബൈബിളും അന്നത്തെ കാലത്തുണ്ടായിരുന്ന മാപ്പുകളും അതുപോലെ വിശുദ്ധ ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ തന്നെ വളരെ വിശദമായി പരിശോധിച്ച് അവ വിശകലനം നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാലും നമുക്ക് ഇതിനെ തീർത്തും വിശ്വസിക്കാൻ കഴിയുമോ എന്നറിയുകയില്ല. ഏതായാലും നമുക്ക് ഇനി ഏദൻ തോട്ടത്തിൽ പോകണമെങ്കിൽ അത് ഈജിപ്തിലേക്ക് പോയാലും മതി. ഈജിപ്തിലെ ബൃഹത്തായ ഗിസ പിരമിഡ് ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ ഏദൻ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം നദികളുടെയും മറ്റ് ഉത്ഭവസ്ഥാനവും നദികളുടെ ഒഴുക്കും അതുപോലെ ഈ മേഖലയിലെ മറ്റ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ബോറിസോവ് പറയുന്നത് ഏദൻ തോട്ടം സ്ഥിതി ചെയ്തിരുന്നത് ഈജിപ്തിൽ തന്നെയാണ് എന്ന്.